ഹായ്, അപ്പോൾ റെഡക്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ 2000 മോഡൽ അംബാസഡറിൻ്റെ ഡാഷ് ബോർഡാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഡാഷ് ബോർഡും സ്റ്റിയറിംഗ് വീലും ഈ കാണുന്ന സെറ്റപ്പ് ഉൾപ്പെടെ ഫുള്ള് മാറാനുള്ള പ്ലാനിലാണ്. ഇപ്പോൾ ഇരിക്കുന്നതിന് കംപ്ലയിൻ്റ് ഉണ്ടായിട്ടല്ല, ഇത് മാറ്റി നമുക്ക് പുതിയ ഐവറി ടൈപ്പ് ഒരു ഡാഷ് ബോർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെക്കുകയാണ്. അതും അതിൻ്റെ കൺസോളൊക്കെ സെറ്റ് ചെയ്യാനാണ്. കൺസോൾ ഇന്നിപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല. ഇന്നിപ്പം നമ്മൾ ഡാഷും സ്റ്റിയറിംഗും മാത്രം മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മറ്റു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഡാഷ് ഇളക്കാനായിട്ട് നമ്മുടെ ഈ മോൾ ഭാഗത്ത് വരുന്ന 3 ബോൾട്ടുകളാണ്. 3 ബോൾട്ട് വരും. മിക്കവാറും 10ൻ്റെതൊക്കെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാർ ആയിരിക്കും കിടക്കുന്നത്. നേരത്തെ ഇളക്കിയിട്ടുള്ളതനുസരിച്ച് ചിലപ്പോൾ ആരെങ്കിലും മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് വരുന്ന 4 ബോൾട്ടുകളും വരും. അപ്പോൾ നമുക്ക് അത് നോക്കാം എങ്ങനെയാണ് ഇളക്കുന്നതെന്ന്. ഓക്കെ, നമ്മൾ സെറ്റൊക്കെ നേരത്തെ ഇളക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ കണക്ഷനും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഇളക്കി വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് ഒന്നും ഇളക്കുന്നില്ല, അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് ഡാഷ് ഇളക്കി മാറ്റാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ മീറ്റർ പാനലും കൂടെ ഊരാൻ പോവുകയാണ് കേട്ടോ, എല്ലാ വലിയ കഷ്ടപ്പാട്. അപ്പോൾ നമ്മളിതിൻ്റെ സോക്കറ്റുകളെല്ലാം ഊരി വിട്ടിട്ടുണ്ട്. ഇനി ഊരുന്നത് ഓയിൽ ഗേജ് കാണിക്കുന്ന, ഓയിൽ പ്രഷർ ഗേജ് കാണിക്കുന്ന പൈപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഊരി എടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ മീറ്റർ നമ്മൾ പൂർണ്ണമായിട്ട് ഊരിയെടുത്തു. നമുക്ക് വെളിയിൽ വയ്ക്കാം അത്. അപ്പോൾ നമ്മൾ ഈ ഇളക്കി വിടുന്നത് നമ്മളെ പാർക്കും അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെയും കൂടെ സ്വിച്ചസാണ്, സ്വിച്ചിൻ്റെ കൺട്രോളാണ് കേട്ടോ. നല്ല ടൈറ്റ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇളക്കാനുള്ളത് നമ്മുടെ വൈപ്പറിൻ്റെ സോക്കറ്റാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മിസ്കാരം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം ഇളക്കിയിട്ടുണ്ട്. ഇനി വേറെ വല്ലതും ഉണ്ടോയെന്ന് വെച്ചാൽ അറിയാൻ വയ്യ. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഇളക്കിയെടുത്തു. നീ ഇത് പിടിച്ചോ, നീ ക്യാമറ പിടിച്ചോ, ഞാൻ ഇളക്കി എടുത്തോളാം. അല്ല, ഇത് ഇളക്കി ഊരി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ AC-യുടെ വെൻറ്റും അതുപോലെ തന്നെ ഇതിൽ വരുന്ന നമ്മുടെ വൈപ്പറിൻ്റെ സ്വിച്ച് ഉണ്ടല്ലോ, സ്വിച്ചും ഒക്കെ എടുത്ത് തിരിച്ച് അതിലിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതാദ്യം ചെയ്യാം. ഇത് നമ്മുടെ ഈ ഡാഷിൽ തന്നെ വന്ന സ്വിച്ചാണ്. അംബാസഡറിന് വേണ്ടിയിട്ട് കമ്പനി ഇറക്കിയിട്ടുള്ള സാധനമാണ്. പാർക്കും ഹെഡ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. അത് നമുക്ക് ഫസ്റ്റ് കണക്ട് ചെയ്യാം. അത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വൈപ്പറിൻ്റെ സ്വിച്ച് ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം, ഈ ഡാഷിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്കറിയാമല്ലോ, വളരെ വൃത്തിയായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അടുത്ത വർഷം ടെസ്റ്റാണ്. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ സമയത്ത് ഇളക്കി ഇനി ഒന്നുകൂടെ പെയിൻ്റ് അടിക്കും. അതുകൊണ്ടാണ് ഒരു ട്രയൽ എന്ന രീതിക്ക് നമ്മളിപ്പോൾ ചെയ്യുന്നതേ ഉള്ളത്. ഇതിന് കണ്ടിട്ട് അത് വൃത്തിയില്ലല്ലോ, വൃത്തിയാക്കി വെച്ചൂടെ, പെയിൻ്റ് അടിച്ച് വെച്ചൂടെ എന്നൊന്നും ആരും കമൻറ്റ് ചെയ്യണ്ട. അതിനുവേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഡാഷ്
അപ്പോൾ നമ്മൾ ഡാഷ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഇത് ഈ ടൈപ്പ് ലോക്ക് സെറ്റ് ഇപ്പോൾ വാങ്ങാൻ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ പഴയത് 2-3 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സാധാരണ നട്ടാണ് ഇതിനകത്തിട്ട് സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വരേണ്ടത്. അപ്പോൾ അത് നമ്മളതിൽ ഇല്ല. നേരത്തെ ഈ ടൈപ്പ് ലോക്ക് സെറ്റ് ഒടിഞ്ഞ് പോയത് കാരണം ഞാനിപ്പോൾ വേറെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അത് ഒന്ന് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കയറ്റി കൊടുത്താൽ മതി. ഇവിടെയും അവിടെയും കാണിച്ചോ. സൈഡിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ലോക്ക് അവിടെ സീറ്റിംഗ് ആയിരുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, AC ഉള്ളതായതുകൊണ്ട്, AC വണ്ടി ആയതുകൊണ്ട് AC വെൻ്റൊക്കെ കറക്റ്റ് തന്നെയാണോ കയറിയിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ കാറ്റൊന്നും കിട്ടത്തില്ല കേട്ടോ. ഓക്കെ, അകത്തുള്ള വെൻ്റ് കറക്റ്റാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു വെൻ്റ് കൂടെ കണക്ട് ചെയ്യണം. അത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യാം. നമുക്ക് സെൻറ്ററിലുള്ള 10-ൻ്റെതാണ് കേട്ടോ. 10-ൻ്റെ ബോൾട്ട് ഇട്ട് അത് ആദ്യം സെറ്റ് ചെയ്യാം. നമുക്ക് പിടിച്ചില്ല. അപ്പോൾ നമ്മൾ നടുക്കുള്ളത് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചതേ ഉള്ളൂ, ഫുള്ള് ടൈറ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അപ്പുറം ഉള്ള ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുകളിലുള്ള എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഒരു 3-4 വോൾട്ട് ഉണ്ട്. വോൾട്ടല്ല, സ്റ്റാറാണ് കേട്ടോ. ഒന്നായി. ഇനി ഇതുപോലെ 2-3 കൂടെ ഉണ്ട്. ഇനി എന്നുള്ളത് അവിടെയാണ്. ഓക്കെ, നമ്മൾ ഈ സൈഡിലുള്ളതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡാഷ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം. ഇനി നമുക്ക് നമ്മുടെ പഴയ മീറ്റർ അതിലോട്ട് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ സോക്കറ്റുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, 3 സോക്കറ്റ് ഉണ്ടായിരുന്നു. ഇനി അതിനുശേഷം നമുക്ക് ഈ ഓയിൽ പ്രഷറിൻ്റെ നോബ് ഒന്ന് കണക്ട് ചെയ്യണം കേട്ടോ. വ്യത്യാസമുണ്ടോ? അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റിയറിംഗ് ഇപ്പം മാറുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ മാറുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഒന്നാമത്തെ കേസ് സമയം, പിന്നെ ഇവർക്ക് കുറച്ച് പരിപാടി ഉള്ളതിനാൽ നമ്മൾ ആ ഒരു ഇതും കൂടെ ചെയ്യുന്നില്ല. അവർക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് വീല് മാറുന്നത് ഇനി ഒരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്, സ്പീഡോമീറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ അതുകൂടെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്പീഡോമീറ്റർ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു കവറും കൂടെ ഇട്ട് സെറ്റ് ചെയ്താൽ ഏകദേശം പരിപാടി തീരാറായിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ പുതിയ എ സിയുടെ സ്വിച്ച് കൺട്രോളുമാണ്, എ സിയുടെ കൺട്രോൾസാണ്. അപ്പോൾ അതും കൂടെ നമ്മളിതിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇതിൽ കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ ആ ഒരു സ്പേസ് ഡമ്മിയായി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ കവറും കൂടെ സെറ്റ് ചെയ്താൽ നമ്മുടെ പണി കഴിയും. അപ്പോൾ നമ്മൾ ഈ കവറിടാൻ വേണ്ടി നോക്കിയതാണ്. കവറിടാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും നേരത്തെ ഇരുന്ന മീറ്ററിൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എന്തോ അത് പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് കവറ്, സ്റ്റിയറിങ്ങിൻ്റെ ഒരു കവറുണ്ട്, അത് ആദ്യം സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്താൽ പിന്നെ ഇവിടുത്തെ ഒരു സ്ക്രൂ ഇടാൻ പറ്റില്ല, അതാണ് ഒരു വിഷയം. വേറെ രണ്ടും കൽപ്പിച്ച് വെച്ച് നോക്കാം. അപ്പോൾ കമ്പനി നമ്മളെ വീണ്ടും തേച്ചിരിക്കുകയാണ്. എന്തായാലും ഈ സ്റ്റിയറിങ്ങിൽ അതിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും പഴയ കവർ തന്നെ ഇടുകയാണ് കേട്ടോ. നീളമല്ലടേ, ഓരോ തവണത്തെയും ഒരു മോഡൽ വ്യത്യാസമുണ്ട്. സ്റ്റിയറിംഗ് മാറ്റുമ്പോൾ കൂടെ സ്റ്റിയറിംഗ് കവറിൻ്റെ മാറ്റും. അപ്പോൾ നമ്മൾ സ്റ്റിയറിങ് മാറ്റുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ കവറും കൂടെ മാറ്റുന്നതാണ് കേട്ടോ, അതേ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടും കൂടെ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും ഇത്രയും ഗ്യാപ്പും വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയത്, അതായത് ഗ്രാൻഡിന് തന്നെ സ്റ്റിയറിംഗ് കൂടെ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ശരിയാവുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് അപ്പോഴും നോക്കാം. ഇനി ഇതിൻ്റെ ഒരു 3 സ്ക്രൂ ഞാൻ നേരത്തെ ഇളക്കിയായിരുന്നു, അപ്പോൾ അതും കൂടെ ഇട്ട് സെറ്റ് ചെയ്തോട്ടെ. നമ്മൾ നേരത്തെ ഇളക്കിയ ഹോണിൻ്റെ റിലേയൊക്കെയാണ് കേട്ടോ സെറ്റ്. അപ്പോൾ ഇതും കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത് കയറ്റിയാൽ മതി. ഇങ്ങനെ തന്നെയാണ് മറ്റേതെല്ലാം വെച്ചിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പഴയ എ സിയുടെ കൺട്രോളാണ്. ഇതിപ്പോൾ നമ്മൾ മാറ്റുന്നില്ല, പുതിയതിലേക്ക് മാറ്റുമ്പോഴത്തേക്കും എന്തായാലും ഈ ഡാഷ് ഇളക്കുന്ന കൂട്ടത്തിലേ ഇനി എന്തെങ്കിലും ചെയ്യുള്ളൂ. അതുപോലെ ഇത് നമ്മുടെ എ സിയുടെ സ്വിച്ചാണ് കേട്ടോ. അതും ഇപ്പം തൽക്കാലത്തേക്ക് ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഇവിടെ ചെറിയൊരു മീറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും എന്തായാലും വെക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്കൊന്ന് ബാറ്ററി കണക്ഷൻ കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുത്തു. ഇത് നമുക്ക് അടയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മീറ്ററും കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എ സി വെൻറ്റിൽ കൂടെ കാറ്റെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഡാഷ് സെറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.